മോഷണ കേസിലെ കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ ഭരണസമിതിക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകേണ്ടെന്നാണ് ധാരണ. ഹരിപ്പാട് മുൻ എംഎൽഎ ടി കെ ദേവകുമാറിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മുൻ എം പി എ സമ്പത്ത്, NSS വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ തുടങ്ങിയ പേരുകളും ചർച്ചകളിലുണ്ട്. നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗം പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും. PS പ്രസാദിന് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് ഒരു ടൈം കൂടി നൽകാൻ നേരത്തെ CPM ആലോചിച്ചിരുന്നു. മികച്ച രീതിയിൽ ദേവസ്വം ബോർഡ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രസാദിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് CPM-നുണ്ടായത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഈ തീരുമാനത്തിൽ നിന്ന് CPM-നെ പൂർണ്ണമായും മാറ്റി എന്ന് വേണം കരുതാൻ. അതിനുശേഷം നേരത്തെ ഒരു ഓർഡിനൻസ് ഇറക്കി ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ ജൂൺ വരെ എന്ന നിലയിലേക്ക് 6 മാസത്തേക്കെങ്കിലും ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാനായിരുന്നു CPM ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ അത്തരം ആലോചനയില്ല. നേരത്തെ തന്നെ പുതിയ ഭരണസമിതി വരട്ടെ തീരുമാനം CPM സ്വീകരിച്ചിരുന്നു. CPI-യും പുതിയ ഭരണസമിതിയാണ് നല്ലതെന്ന് CPI നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെയാണ് CPI തങ്ങളുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ, CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ അംഗം കൂടിയ വിളപ്പിൽ രാധാകൃഷ്ണനെ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത്. CPM പുതിയ ആളുകളെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ഒരു അംഗത്തിന്റെ സ്ഥാനത്തേക്കും പുതിയ ആളുകളെ തീരുമാനിക്കും. നാളെ ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാകും ഔദ്യോഗികമായി പേരുകൾ തീരുമാനിക്കുക. പല പേരുകൾ CPM-ന്റെ പരിഗണനയിലുണ്ടായിരുന്നു. NSS-മായി ഉള്ള ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ NSS-ന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ എം സംഗീത് കുമാറിനെ, തിരുവനന്തപുരത്തുള്ള എം സംഗീത് കുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ CPM ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. പക്ഷേ അത് അനുകൂല പ്രതികരണം NSS-ന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും സംഗീത് കുമാർ എന്ന പേര് CPM ഉപേക്ഷിച്ചു. മാത്രമല്ല CPI-യുടെ പ്രതിനിധി നായർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തോ ആലപ്പുഴയുള്ള ഒരു ഈഴവ സമുദായത്തിലുള്ള നേതാവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് CPM ആലോചിച്ചത്. സമ്പത്ത്, മുൻ MP കൂടിയ സമ്പത്തിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. ഇപ്പോൾ ടി കെ ദേവകുമാറിനെ, ഹരിപ്പാട് മുൻ MLA കൂടിയായ ആലപ്പുഴയിൽ നിന്ന് ടി കെ ദേവകുമാറിനെ പ്രസിഡന്റ് ആക്കാനാണ് CPM ആലോചിക്കുന്നത്. നാളത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ധാരണയാകും. 13-ാം തീയതിക്കകം പുതിയ പേര് പ്രഖ്യാപിക്കും. ഓർഡിനൻസ് നീക്കത്തിനെതിരെ പ്രതിപക്ഷം അടക്കമുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് ഓർഡിനൻസ് ഉണ്ടാകില്ല. പകരം പുതിയ ഭരണസമിതി തന്നെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിൽ ചുമതല ഏൽക്കും. 14-ാം തീയതി ചുമതലയേൽക്കും. അത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നീക്കം. നിലവിലെ ബോർഡിനെ അതേപടി നിലനിർത്തിയ കോടതിയിൽ നടക്കം വിമർശനം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും CPM-നുണ്ടായി. അതിന്റെ ഭാഗമായാണ് പുതിയ ആളുകൾ തന്നെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരട്ടെ തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരാനുള്ള പ്രധാന കാരണം. ശബരിമലയിലെ സ്വർണ്ണ